മുണ്ടത്തിക്കോട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പലതരത്തിലുള്ള പ്രതികരണങ്ങൾ വരുന്നുണ്ട്. ഉത്സവാഘോഷങ്ങളിൽ പുനർചിന്തനം വേണമെന്ന് ആർ ശ്രീലേഖ പറയുന്നു. മനുഷ്യജീവനുകൾ പണയം വയ്ക്കുന്ന ഉത്സവങ്ങൾ എന്തിനെന്ന് ഫേസ്ബുക്ക് പോസ്റ്റ്. ഉത്സവങ്ങളിൽ നിന്നും വെടിക്കെട്ടും ആന എഴുന്നള്ളിപ്പും ഒഴിവാക്കിക്കൂടെയെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റിന്റെ ചോദ്യം. ദേവൻ MP ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ദേവൻ, ഈ സാമൂഹ്യമാധ്യമ പോസ്റ്റിന്റെ താഴെ ഒരുപാട് ആളുകൾ വിമർശിച്ചും അനുകൂലിച്ചും പ്രതികരിക്കുന്നുണ്ട്. ശ്രീലേഖയുടെ പോസ്റ്റിൽ കൂടുതലായി എന്താണ് പറയുന്നത്? രുചീഷ്, കഴിഞ്ഞ ദിവസം തൃശ്ശൂരുണ്ടായ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് ആ ശ്രീലേഖ ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. ഉത്സവാഘോഷങ്ങളിൽ വെടിക്കെട്ടും ആനയെ എഴുന്നള്ളിച്ചുള്ള ചടങ്ങുകളും ഒഴിവാക്കുന്നതിനെ പറ്റിയിട്ട് പുനർചിന്തനം നടത്തണമെന്നാണ് ആർ ശ്രീലേഖ പറഞ്ഞു വെക്കുന്നത്. പുതിയ ഡിജിറ്റൽ യുഗത്തിൽ ഇത്തരം ആചാരങ്ങൾ പിന്തുടരേണ്ട കാര്യമുണ്ടോ എന്നും, മാത്രമല്ല ക്ഷേത്രങ്ങളുടെ തനതായ ആചാരങ്ങളും അതിന്റെ പൂജകളും മാത്രം, അത്തരം ആചാരങ്ങൾ മാത്രം തുടർന്നാൽ മതിയെന്നും അതിലൊരു ചർച്ച വേണമെന്നുള്ള ഒരു കാര്യമാണ് ആർ ശ്രീലേഖ പറഞ്ഞു വെക്കുന്നത്. പ്രത്യേകിച്ചും തുടർച്ചയായി ഉണ്ടാകുന്ന ഇത്തരം ദുരന്തങ്ങൾ, വെടിക്കെട്ട് അപകടങ്ങളും ഒപ്പം തന്നെ ആന എഴുന്നള്ളിക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങളും എല്ലാം തന്നെ ഉദാഹരണമായി എടുത്തു കാട്ടിക്കൊണ്ടാണ് ശ്രീലേഖയുടെ ഈ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ വെടിക്കെട്ട് അപകടങ്ങളിൽ ഏകദേശം 400ഓളം ജീവനുകൾ പൊലിഞ്ഞിട്ടുണ്ട്. സമാനമായ രീതിയിൽ തന്നെയാണ് ആനയെ എഴുന്നള്ളിച്ചുള്ള അപകടങ്ങളിലും മനുഷ്യരുടെ ജീവൻ പൊലിയാറുള്ളത്. അതുകൊണ്ട് തന്നെ ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായി ഇത്തരം ചടങ്ങുകൾ ഒഴിവാക്കുന്നതിനെ പറ്റിയിട്ട് ഒരു ചർച്ച, അതിന് തുടക്കമിടുന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണ് ആ ശ്രീലേഖയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ചും BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയാണ് ആ ശ്രീലേഖ. അതുകൊണ്ട് തന്നെ അവരുടെ വാക്കുകൾക്ക് അത്ര കൂടി പ്രാധാന്യമുണ്ടെന്ന് കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. മറ്റൊന്ന് ആ പോസ്റ്റിൽ പറയുന്നത്, ഇത്തരത്തിൽ ശാലകൾക്ക് അല്ലെങ്കിൽ വെടിപ്പുരകൾക്ക് അനുമതി നൽകുമ്പോൾ അതിന്റെ സുരക്ഷ എത്രത്തോളം പോലീസ് ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ മറ്റ് സർക്കാർ സംവിധാനങ്ങളും ഉറപ്പാക്കുന്നുണ്ടെന്നുള്ള ഒരു ചോദ്യം കൂടി അവർ ഉന്നയിക്കുന്നുണ്ട്. സുരക്ഷാ വീഴ്ചയാണ് ഇത്തരം അപകടങ്ങൾ തുടർക്കഥയാകുന്നതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുന്നതെന്നും ആ ശ്രീലേഖ പറഞ്ഞു വെക്കുന്നു. മുൻപും സമാനമായ രീതിയിൽ ക്ഷേത്രങ്ങളിലെ ആചാരങ്ങളെ പറ്റിയിട്ട് മുൻപും ഇത്തരത്തിൽ ആ ശ്രീലേഖ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, ആറ്റുകാൽ ക്ഷേത്ര മഹോത്സവം ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ കുത്തിയോട്ട ചടങ്ങുകളിൽ കുട്ടികളുടെ ദേഹത്ത് ചൂരൽ തറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടും ആ ശ്രീലേഖ ഇത്തരത്തിൽ ഒരു പരാമർശം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അത് കുട്ടികളെ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുന്നതിന് തുല്യമാണ് ഇത്തരം ചടങ്ങുകൾ എന്നുള്ള കാര്യം അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്നൊരു വലിയ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും എല്ലാം തന്നെ ഇടവരുത്തിയിരുന്നെങ്കിലും പിന്നീട് ആചാരങ്ങൾ അത് ക്ഷേത്രത്തിൽ തുടർന്നു പോരുന്നുണ്ട്. ശരി ദേവൻ, എന്തായാലും ഉത്സവാഘോഷങ്ങളിൽ പുനർചിന്തനം വേണമെന്ന് അഭിപ്രായപ്പെടുകയാണ് മുൻ DGP ആർ ശ്രീലേഖ.